പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നും ആര് ആരോട് പറഞ്ഞു എന്ന വിഷയം ആസ്പദമാക്കിയുള്ള ബൈബിൾ ക്വിസ്. ക്വസ്റ്റ്യൻ: യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: പത്രോസ് ഐനയാസിനോട്. 9:34. ക്വസ്റ്റ്യൻ: ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: പത്രോസും യോഹന്നാനും ന്യായാധിപ സംഘത്തോട്. 4:19. ക്വസ്റ്റ്യൻ: ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഗല്ലിയോൻ യഹൂദന്മാരോട്. 18:15. ക്വസ്റ്റ്യൻ: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: പൗലോസും ശീലാസും കാരാഗൃഹ പ്രമാണിയോട്. 16:31. ക്വസ്റ്റ്യൻ: ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? ആര് ആരോട് പറഞ്ഞു? ഉത്തരം: പൗലോസ് കോൽക്കാരോട്. 16:37. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഗമാലിയേൽ ന്യായാധിപ സംഘത്തോട്. 5:35. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ആര് ആരോട് പറഞ്ഞു? ഉത്തരം: പത്രോസ് ജനത്തോട്. 3:12. ക്വസ്റ്റ്യൻ: നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അത് എന്ത് എന്ന് അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: എപ്പിക്യൂര്യരും സ്തോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ പൗലോസിനോട്. 17:20. ക്വസ്റ്റ്യൻ: ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഗമാലിയേൽ ന്യായാധിപ സംഘത്തോട്. 5:38. ക്വസ്റ്റ്യൻ: ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഒറ്റിരിക്കും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തോട്. 6:4. ക്വസ്റ്റ്യൻ: നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ആഭിചാരക്കാരൻ ശിമോൻ പത്രോസിനോട്. 8:24. ക്വസ്റ്റ്യൻ: കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: കൊർന്നല്യോസ് പത്രോസിനോട്. 10:33. ക്വസ്റ്റ്യൻ: സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ആര് ആരോട് പറഞ്ഞു? ഉത്തരം: വചനം കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ പത്രോസിനോടും ശേഷം അപ്പൊസ്തലന്മാരോടും. 2:37. ക്വസ്റ്റ്യൻ: ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷം എന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവീകമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഗമാലിയേൽ ന്യായാധിപ സംഘത്തോട്. 5:38-39 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: പത്രോസ് കൊർന്നല്യോസിനോട്. 10:29. ക്വസ്റ്റ്യൻ: നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: കർത്താവ് അനന്യാസിനോട്. 9:15.
ക്വസ്റ്റ്യൻ, ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. ആരോട് പറഞ്ഞു? ഉത്തരം പത്രോസ് അനന്യാസിനോട്. 5:4. ക്വസ്റ്റ്യൻ, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ആരോട് പറഞ്ഞു? ഉത്തരം പത്രോസ് ജനത്തോട്. 3:22. ക്വസ്റ്റ്യൻ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ. ആരോട് പറഞ്ഞു? ഉത്തരം പത്രോസ് കൊർന്നല്യോസിനോട്. 10:26. ക്വസ്റ്റ്യൻ, നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക. ആരോട് പറഞ്ഞു? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ പത്രോസിനോട്. 12:8. ക്വസ്റ്റ്യൻ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ആരോട് പറഞ്ഞു? ഉത്തരം വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ ശിഷ്യന്മാരോട്. 1:10. ക്വസ്റ്റ്യൻ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. ആരോട് പറഞ്ഞു? ഉത്തരം ഫിലിപ്പോസ് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനോട്. 8:37. ക്വസ്റ്റ്യൻ, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ. ആരോട് പറഞ്ഞു? ഉത്തരം പൗലോസ് എലിമാസിനോട്. 13:10. ക്വസ്റ്റ്യൻ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ആരോട് പറഞ്ഞു? ഉത്തരം ഫെസ്തോസ് പൗലോസിനോട്. 26:24. ക്വസ്റ്റ്യൻ, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ആരോട് പറഞ്ഞു? ഉത്തരം അഗ്രിപ്പ രാജാവ് പൗലോസിനോട്. 26:28. ക്വസ്റ്റ്യൻ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ആരോട് പറഞ്ഞു? ഉത്തരം ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിനോട്. 27:24. ക്വസ്റ്റ്യൻ, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. ആരോട് പറഞ്ഞു? ഉത്തരം മോശ ഇസ്രായേൽ മക്കളോട്. 7:37. ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു പാർപ്പിൻ. ആരോട് പറഞ്ഞു? ഉത്തരം ലുദിയ പൗലോസിനോട്. 16:15. ക്വസ്റ്റ്യൻ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം, മിണ്ടാതിരിക്കരുത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ആരോട് പറഞ്ഞു? ഉത്തരം കർത്താവ് പൗലോസിനോട്. 18:9. ക്വസ്റ്റ്യൻ, ലോകവും അതിലുള്ളതും ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പിണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ആരോട് പറഞ്ഞു? ഉത്തരം പൗലോസ് അഥേനയിലെ ജനങ്ങളോട്. 17:24-25 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ആരോട് പറഞ്ഞു? ഉത്തരം ദൈവദൂതൻ കൊർന്നല്യോസിനോട്. 10:4. ക്വസ്റ്റ്യൻ, ദൈവം നിന്നെ അടിക്കും, വെള്ളത്തേച്ച ചുവരെ. ആരോട് പറഞ്ഞു? ഉത്തരം പൗലോസ് മഹാപുരോഹിതനായ അനന്യാസിനോട്. 23:3. ക്വസ്റ്റ്യൻ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ ഉണ്ട്. ആരോട് പറഞ്ഞു? ഉത്തരം പത്രോസ് സഫീരയോട്. 5:9. ക്വസ്റ്റ്യൻ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ആരോട് പറഞ്ഞു? ഉത്തരം കാരാഗൃഹ പ്രമാണി പൗലോസിനോട്. 16:30. താങ്ക്സ് ഫോർ വാച്ചിങ്.